നിങ്ങളുടെ ഹൃദയം കീഴടക്കിയ നായികമാർ ഉല്ലാസയാത്രയ്ക്ക് എന്ന പോലെ വന്നിരിക്കുകയാണ്. പക്ഷെ അവർ കളിക്കാറല്ല. എൻ്റെ കയ്യില് കരുക്കളാണ്. എൻ്റെ ആദ്യത്തെ കരു. ഒരു ചെറിയ കഥ വായിച്ചു തുടങ്ങിയപ്പോഴും രാത്രി പേടിച്ച് നിലവിളിക്കുന്ന പെൺകുട്ടിയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇനിക്കുട്ടി ഭയങ്കര ധൈര്യശാലിയാണെന്ന്. ഞാനത്ര ധൈര്യശാലി എന്നല്ല കേട്ടോ. ഈ പ്രേതത്തിൽ നിന്നല്ല, ഒരു കുഞ്ഞു പാറ്റയെ കണ്ടാൽ പോലും ഞാൻ പേടിക്കും. പിന്നെ ഇതൊരു ചിലല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. ഒരു പെൺ പടപ്പുറപ്പാട് ബൈ ഏസ് മണി. കളിക്കാർ ഓരോരുത്തരെ വന്നു തുടങ്ങി. പക്ഷെ കരുക്കൾ ഓരോന്നായി നിരത്താൻ കളിത്തട്ട് വേണ്ട. ഇതാണ് എൻ്റെ കളിത്തട്ട്. മൂടൽ മഞ്ഞ് മൂടുപടമണിഞ്ഞ വന്യജീവികളുടെ വിഹാര കേന്ദ്രം. ഈ കൊടുങ്കാടിനുള്ളിൽ ഇരുളിന്റെ മറവിൽ നിഗൂഢതകൾ വാരിച്ചുറ്റിയ ഒരു കൊട്ടാരം. പകൽ വെളിച്ചത്തിൽ പോലും പ്രാണഭയത്തോടെയല്ലാതെ ആളുകൾ കടന്നു ചെല്ലാൻ മടിക്കുന്ന തകർന്നു കിടക്കുന്ന ഒരു കൊട്ടാരം. ഇപ്പോഴും പകൽ സമയത്ത് അങ്ങോട്ട് ആൾക്കാർ പോകാൻ മടിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അതിന്റെ അകത്ത് തന്നെ ഒരു നെഗറ്റീവ് പ്രസൻസ് ആണെന്ന് അറിയപ്പെടുന്നത്. പേടിയാണ്. അവിടെ ഇപ്പോഴും അതിന്റെ ഒരു പൂജാമുറിയുടെ ഒരു ശേഷിപ്പൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ എന്തോ ഒരു നെഗറ്റീവ് പ്രസൻസ് അവിടെ ഉണ്ടെന്നുള്ളത് പരിസരവാസികൾക്കും അറിയാവുന്ന കാര്യമാണ്. കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ പണം വിടർത്തിയാടുന്ന നാഗങ്ങളും ദുരാത്മാക്കളുടെ സാന്നിധ്യവും ഉണ്ടെന്ന് കഥകൾ പരക്കുന്ന ഒരു കൊട്ടാരം. ഈ കൊട്ടാരത്തെ ചുറ്റിപ്പറ്റി പല അപസർപ്പക കഥകളുമുണ്ടത്ര. നാഥനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്ന ഈ കൊട്ടാരം ഒരു പ്രേതഭവനം പോലെ നിലകൊള്ളുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെയുള്ള കുറച്ച് പിള്ളേര് സെറ്റ് എല്ലാവരും കൂടി നമ്മൾ ആ ബംഗ്ലാവിൽ വെള്ളം അടിക്കാനിരിക്കുന്നു. പക്ഷെ അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനോ അല്ലെങ്കിൽ അതിൽ ഒരു 5 സെക്കൻഡ് പോലും നിൽക്കാനോ പറ്റാനുണ്ടായിരുന്നില്ല. കാരണം അവിടെ നിന്ന് അവരെ പറപ്പിക്കുകയായിരുന്നു. പിന്നെ ആ വശത്തേക്ക് ഇവിടെ നിന്നുള്ള ആരും പോവാനോ അല്ലെങ്കിൽ ആ വഴിക്ക് പോകാനോ ആരും ശ്രമിക്കാറുമില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. രാജഭരണ കാലഘട്ടത്തിൽ മഹാരാജാവിന്റെയും രാജ്ഞിയുടെയും വേനൽക്കാല വസതിയായിരുന്നു അത്രേ ഈ കൊട്ടാരം.
മൂടൽമഞ്ഞിന്റെ തണുപ്പും ചിന്നം ഭിന്നം പെയ്യുന്ന മഴയുടെ സുഖശീതളമയും കൊണ്ട് ഒരു സുഖവാസ വസതിയായി രാജകീയ പ്രൗഢിയോടെ നിലനിന്നിരുന്ന ഈ കൊട്ടാരത്തിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഗതികിട്ടാതെ അലയുന്ന ആത്മാക്കളുടെ ദീനരോധനങ്ങളും അലർച്ചയും ഉയരാറുണ്ടെന്ന് തദ്ദേശവാസികൾ ഭീതിയോടെ ഓർക്കുന്നു. പണ്ടുപോലത്തെ രാജാക്കന്മാരൊക്കെ അവിടെ ഉപയോഗിച്ചിരുന്ന അവർ താമസിച്ചിരുന്ന ഒരു വസതിയായിരുന്നു അത്, കൊട്ടാരമായിരുന്നു. ഇപ്പൊ അതിന് പകൽ സമയത്തോലും ആൾക്കാർ ആരും അങ്ങോട്ട് പോകുന്നില്ല. ആകെ പൊട്ടിപ്പൊളിഞ്ഞൊരു വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് അങ്ങോട്ട്. പിന്നെ ചെറുപ്പകാലം പറയുന്ന വെച്ചാൽ അത് അത്ര അങ്ങനെ ഒരു സേഫ് അല്ല. അതുപോലെ രാത്രി സമയത്തോലും ആരും അങ്ങോട്ട് പോകാൻ ധൈര്യപ്പെടാറില്ല. കളിക്കാർ 1 അല്ല 2 അല്ല 3 അല്ല 10 പേരാണ്. നിങ്ങളുടെ ഹൃദയം കീഴടക്കിയ 10 നായികമാർ. ഇതാ രണ്ടാമത്തെ ആൾ, സൈത്താൻ എന്ന സിനിമയിലെ നായിക അരുന്ധതി. എനിക്ക് വളരെ ഇഷ്ടമാണ്. യാത്രകൾ എന്നെ ഒരുപാട് ത്രില്ലടിപ്പിക്കുന്നു. രാത്രിയെന്നോ പകലെന്നോ കടലെന്നോ കായലെന്നോ എനിക്ക് ഭേദമില്ല. എനിക്കൊന്നിനെയും ഭയമില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യരായാലും മണ്ണടിഞ്ഞ പ്രേതങ്ങളായാലും. പുറമേ നിന്ന് കാണുന്നത് പോലെ അത്ര ശാന്തമല്ല ഈ ഒരു കൊട്ടാരം. ഒരുപാട് പാരാനോർമൽ ആക്ടിവിറ്റീസ് അരങ്ങേറുന്ന ഒരിടമായിട്ടാണ് ഇവിടം വിശ്വസിക്കപ്പെടുന്നത്. ഈ അദൃശ്യ സാന്നിധ്യങ്ങളുടെയൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഞങ്ങളുടെ പാരാനോർമൽ എക്സ്പേർട്ടുമായി ഞങ്ങൾ ആ കൊട്ടാരത്തിലേക്ക് ഒരു യാത്ര നടത്തി. ഇത് കണ്ടോ? ഓക്കെ, ഇതിലൊരു വേരിയേഷൻ കണ്ടോ? എന്ത് തോന്നുന്നു? സോ ഇവിടെ ഒരു പ്രസൻസ് ഉണ്ട് എന്നാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു പ്രസൻസിന് ഒരു ഹ്യൂമൻ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ? എന്തുകൊണ്ട് കഴിയില്ല? സാധ്യതയുണ്ട്. നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റും. ആക്രമിച്ചെന്നാൽ മൽപ്പിടുത്തത്തിലൂടെയല്ല, പല രീതികൾ മാനസികമായിട്ടായിരിക്കും ഇതിന്റെ അറ്റാക്കുകൾ കൂടുതലുണ്ടാവുക. ഇതിന്റെ അടിസ്ഥാന വികാരം എന്ന് പറയുന്നത് ഭയമാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു ആണോ പെണ്ണോ നടന്നു പോകുന്നു വെക്കുക രാത്രിയിൽ. ഇവര് പിശാചുക്കളെന്നും ബാധയെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള എനർജി ഫീൽഡിന്റെ അറ്റാക്കുകൾ കാരണം ഇവരുടെ മൈൻഡിൽ അത് പതിയുകയും അവരുടെ ശരീരത്തിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പിറ്റേ ദിവസം കടുത്ത പനി പോലത്തെ അവസ്ഥകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്കാണ് അവരെ കൊണ്ടെത്തിക്കുന്നത്. ആ അപകടം എന്താണെന്ന് അവരറിയുന്നില്ല ആ സമയത്ത്. റിസ്ക് ആണ്. അങ്ങനെ ഒരു വീട്ടില് ഒരാളെ ഒറ്റക്ക് നിർത്തിയ ഒറ്റക്കായിട്ട് അകപ്പെട്ടു പോയാൽ എന്തെങ്കിലും പറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്? അപകടമായിട്ട് ഞാൻ ചോദിക്കുന്ന ഈ ഒരു ഇതുമായി സാധ്യത തള്ളിക്കളയാവുന്നതല്ല. എന്താണെന്നറിയോ? വായിച്ചാൽ കൊട്ടാര ചരിത്രം. ഇന്നൊരു കൊട്ടാരത്തിലേക്കാ പോകുന്നതെന്ന് അറിയാലോ. ആ കൊട്ടാരത്തിന്റെ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു ചരിത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇന്ന് അമൃതയുടെ ടാസ്ക്. മഹാരാജാവും മഹാറാണിയും അതുപോലെ
ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ചരിത്ര പുസ്തകമാണിത്. അപ്പൊ ഇതിൽ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ നാടിന്റെ സമ്പൽ സമൃദ്ധിക്കും അതുപോലെ തന്നെ മഹാരാജാവിന്റെയും റാണിയുടെയും ഒക്കെ ഐശ്വര്യാരോഗ്യത്തിന് വേണ്ടിയൊക്കെ കൊട്ടാരത്തിലെ പൂജാമുറിയിൽ ഒരു കെടാവിളക്ക് കത്തിക്കുമായിരുന്നു. ഈ കെടാവിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ നെയ്യും അതുപോലെ തന്നെ താമരത്തണ്ടിൽ തീർത്ത തിരിയും ഒക്കെ വെച്ചിട്ടാണ് ഈ കെടാവിളക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വിളക്കിന്റെ തിളക്കവും സുഗന്ധവും ഈ കൊട്ടാരം മൊത്തം ഒരു അലങ്കാരമായിരുന്നു എന്നായിരുന്നു ഒരു ഐതിഹ്യം. ഇതുമായി ബന്ധപ്പെട്ടതാണ് അമൃതയുടെ ഇന്നത്തെ ടാസ്ക്. ശ്രദ്ധിച്ചു കേൾക്കണം. കൊട്ടാരത്തിനകത്ത് കടക്കുക. കൊട്ടാരത്തിനകത്ത് കടന്നതിന് ശേഷം പൂജാമുറി എവിടെയാണ് എന്ന് കണ്ടെത്തുക. പൂജാമുറി കണ്ടെത്തി പൂജാമുറിക്കകത്ത് കടന്ന് അവിടെ വിളക്കുകൾ ഉണ്ടാവണം. ഈ വിളക്കിൽ നിന്നും ഏറ്റവും വലിയ വിളക്കെടുത്ത് തുടച്ച് കയ്യിൽ കരുതിയിരിക്കുന്ന എണ്ണയും തിരിയും ഇട്ട് തെളിയിച്ച് കൊട്ടാരത്തിന് പുറത്തു വരിക. ഓക്കെ അല്ലേ? കോൺഫിഡന്റ് ഉണ്ടല്ലോ? പക്കയല്ലേ? ഓക്കെ. വൺ മോർ തിങ്. അമൃതയുടെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്യാമറ ഘടിപ്പിക്കും. ഈ ക്യാമറയിലൂടെ ആയിരിക്കും അമൃതയുടെ ഓരോ ആക്ടിവിറ്റീസും പ്രേക്ഷകർ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനവും അമൃതയ്ക്കുണ്ടാവും. എന്തെങ്കിലും വളരെ 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 ദുഷ്കരമായിട്ടുള്ള സമയത്തിലൂടെ കടന്നുപോയാൽ അപ്പോൾ എന്റെ സഹായം ഉണ്ടാവും. അതുകൊണ്ട് പേടിക്കേണ്ട, കോൺഫിഡന്റ് ആയിട്ട് ടാസ്ക് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാർ സ്റ്റാർട്ട് ചെയ്ത് വളർത്തി തോന്നിയിട്ട് പറയാം. സ്ലോലി കേട്ടോ. നമ്മളൊക്കെ ടാസ്ക് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? ഓക്കെ, ഒരു സ്റ്റെപ്പ് ഉണ്ടോ? സ്റ്റെപ്പ് കയറും. സോ ഞാൻ കെട്ടഴിക്കാൻ പോവാണ്. ഇത് കണ്ടോ? ടോർച്ച് നോക്ക്. അത് എണ്ണയും തിരിയും തീപ്പെട്ടി. ടാസ്ക് ഓർമ്മയുണ്ടല്ലോ? വൺ മോർ തിങ്. ഈ വഴി കയറിയാൽ മതി. ഇതാണ് വാതിൽ. ഓക്കെ ഓക്കെ, ബസ് ഇല്ല. ഓക്കെ.
ഇനി അടുത്തത് ആര് എന്നാവും? വേറെ ആരുമല്ല, അരുന്ധതി. അരുന്ധതി ഇപ്പൊ പോകാൻ പോകുന്ന കൊട്ടാരത്തിന്റെ ചരിത്രമടങ്ങിയ ബുക്കാണ് എന്റെ കയ്യിലിരിക്കുന്നത്. സോ ഈ പുസ്തകത്തിൽ പറയുന്നത് പ്രകാരം അവിടെ താമസിച്ചിരുന്ന മഹാരാജാവിന്റെയും റാണിയുടെയും അവരെ ചുറ്റിപ്പറ്റിയുള്ള സകല ആളുകളുടെയും ചരിത്രവും അവർ ജീവിച്ചിരുന്ന ജീവിത ചുറ്റുപാടും ഒക്കെ അടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് പ്രകാരം കൊടും വനത്തിന് നടുവിലുള്ള ഈ കൊട്ടാരത്തിന്റെ സംരക്ഷകർ നാഗങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. സംരക്ഷകരായ ഈ നാഗങ്ങൾ കൊട്ടാരത്തിന്റെ അമൂല്യമായ നിധി ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി അരുന്ധതിയുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിനകത്ത് കിടക്കുക, കൊട്ടാരത്തിനകത്തെ മുറികളൊക്കെ പരിശോധിച്ചതിന് ശേഷം പാമ്പിൻ പുറ്റുള്ള ഏരിയ, പാമ്പിൻ പുറ്റുള്ള മുറി കണ്ടുപിടിച്ച് പാമ്പിൻ പുറ്റിനകത്ത് നിന്നും ഈ അമൂല്യമായ നിധി കണ്ടെത്തുക. ഇതാണ് അരുന്ധതിയുടെ ടാസ്ക്. ഗോട്ട് ഇറ്റ്? ഓക്കേ ഓക്കേ. പേടിയുണ്ടോ? കുറച്ച്. യു ക്യാൻ ഡു ഇറ്റ്. ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അരുന്ധതിയുടെ ശരീരത്തിൽ ക്യാമറ ഘടിപ്പിക്കും. ഈ ക്യാമറ വഴിയായിരിക്കും പ്രേക്ഷകർക്ക് അരുന്ധതിയെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അരുന്ധതിക്ക് ഞാനുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ഘട്ടം വന്നാൽ അരുന്ധതിക്ക് എന്നെ വിളിക്കാം. ഞാൻ അതിനുള്ള സംവിധാനങ്ങളൊക്കെ അരുന്ധതിക്ക് ഉണ്ടാവും. പറഞ്ഞിരിക്കുന്ന ടാസ്ക് വളരെ കൃത്യമായി ഞാൻ നിർദ്ദേശിച്ച പ്രകാരം അത് മാത്രം ചെയ്യുക. അതിൽ നിന്ന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. വൈകിയാണ്
എന്തെങ്ങനെ? Hello? Hello? Hello, somebody please help me. അതെയോ, എനിക്ക് പറ്റൂല, എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുപോകും പ്ലീസ്. ഇത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പോയിന്റ്സ് വേണ്ട, എനിക്ക് നിങ്ങളെ ഒന്നും വേണ്ട, എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുപോ. എനിക്ക് പേടിയാവുന്നു. ഞാൻ മരിച്ചു പോകും, എനിക്ക് പറ്റാക്ക് വരും, എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുപോ പ്ലീസ്. ഐ കാൻ ഡു ദിസ്. മാസ്റ്റർ പ്ലീസ്. വിളിച്ചവനെ താനല്ലേടോ പറഞ്ഞേ. തിരിച്ചു കൊണ്ടുപോ പ്ലീസ്, എനിക്ക് പറ്റൂല. തിരിച്ചു കൊണ്ടുപോകാൻ എനിക്ക് പറ്റൂല. ഐ കാൻ ഡു ദിസ്. ഐ ആം സോ സോറി, ഐ ആം ക്വിറ്റിംഗ്. എന്നെ ഒന്ന് ഇതിന്ന് പുറത്തു വിട്ടാ മതി, എനിക്കിത് ചെയ്യാൻ പറ്റൂല പ്ലീസ്. എനിക്ക് പേടിയാവുന്നു, എനിക്ക് വയറുവേദന എടുക്കുന്നു, എനിക്ക് എന്തൊക്കെയോ പറ്റിപ്പോകുന്നു, എനിക്ക് പറ്റണില്ല, എനിക്ക് എന്റെ അമ്മയെ കാണണം പ്ലീസ്. ഒന്ന് തിരിച്ചു കൊണ്ടുപോ. എനിക്ക് അന്തേക്ക് പോകാൻ പറ്റൂല. എനിക്ക് പോയിന്റ്സ് വേണ്ട, നിങ്ങൾ ഒന്നും വേണ്ട, എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുപോവോ. 10 മത്സരാർത്ഥികൾ 3 ദിവസങ്ങളിലായാണ് ഞങ്ങൾ ഇവരെ കൊട്ടാരത്തിലേക്ക് കടത്തിവിട്ടിരിക്കുന്നത്. ഒരു രാത്രി ഒടുങ്ങും മുമ്പ് ടാസ്ക് പൂർത്തിയാക്കി തിരിച്ചു വരിക എന്നതാണ് അവരുടെ ദൗത്യം. ഇത് ഞങ്ങളുടെ PCA. 1.5 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് ആധുനിക സജ്ജീകരണങ്ങളോടെ ഞങ്ങൾ അവരെ വീക്ഷിക്കുന്നു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും എമർജൻസി മെഡിസിൻ ഡോക്ടർ അടക്കം ഒരു വിദഗ്ധ ജഡ്ജിംഗ് പാനലാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രേഷ്മ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റിൽ എമർജൻസി ഫിസിഷ്യനായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ യാത്രയിൽ ഇവർക്കൊപ്പം ഞാനും ഉണ്ട്. ലെറ്റ്സ് ബിഗിൻ ദിസ് ജേർണി ടുഗദർ. ഈ വീട്ടിനുള്ളിലേക്ക് കയറ്റിവിടുന്നതിന് മുൻപ് ഈ 10 മത്സരാർത്ഥികളുടെയും BP അടക്കമുള്ള പരിശോധനകൾ ഞങ്ങളുടെ ഡോക്ടർ നടത്തിയിരുന്നു. ഈ 10 പേരും ഫിസിക്കലി ഫിറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ഇവരെ വീട്ടിനുള്ളിലേക്ക് അയക്കുന്നത്. ഹായ്, ഞാൻ ജോയ്സി ജോയ്, റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ആണ്. 3 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഇലൂത്തണൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു സെന്ററിലാണ്. സി കേരളത്തിന്റെ പുതിയ പ്രോഗ്രാമിന്റെ കൂടെ ഞാനും ഉണ്ട്. താങ്ക് യു. ഞാൻ കലാമോഹൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. 22 വർഷമായി ഞാൻ ഈ രംഗത്ത് നിൽക്കുന്നു. സി കേരളത്തിന്റെ ഈ പുതിയ യാത്രയിൽ ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം. നമുക്ക് കാണാം. മാനസികമായും ശാരീരികമായും ഈ ഗെയിമിൽ പങ്കെടുക്കുവാൻ തങ്ങൾ തയ്യാറാണ് എന്നിവർ ഓരോരുത്തരും പൂർണ്ണ ബോധ്യത്തോടെ എഴുതി തന്ന സമ്മതപത്രം ഞങ്ങളുടെ പക്കലുണ്ട്. അതായത് മരണക്കളിക്ക് ഇവരാരെയും നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല എന്നർത്ഥം.
എന്റെ 2 കരുക്കൾ ഇതിനോടകം കൊട്ടാരത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞു. ഇതാ 3ാമത്തെ കരോൾ. ചേട്ടാ സിഗരറ്റ് ഉണ്ടോ? എടുത്തു. ഭൂതം, പ്രേതം.